ഒരു ഗ്രാമീണ കന്യക ശൂലേമിയായിത്തീരുന്നു. ദൈവം മനുഷ്യനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം ഭർത്താവായിരിക്കുവാനും മനുഷ്യൻ അവൻ്റെ ഭാര്യയായിരിക്കുവാനും ദൈവം ആഗ്രഹിച്ചു. എപ്രകാരമാണ് ദിവ്യനായ ദൈവത്തിന് മനുഷ്യനെ വിവാഹം കഴിക്കുവാൻ കഴിയുന്നത്? അതൊരിക്കലും സാധ്യമായ ഒരു വിഷയമല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി തീർന്നു. അങ്ങനെ ദിവ്യ ഭർത്താവായിരിക്കേണ്ടവൻ മനുഷ്യ ഭർത്താവായി തീർന്നു. ദൈവം ഒരു മനുഷ്യ ഭർത്താവായി തീർന്നത് കൊണ്ട് അവന് ഒരു മനുഷ്യ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദൈവം ദിവ്യത്വത്തിലുള്ളവനാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനായ ഭാര്യയ്ക്ക് എപ്രകാരമാണ് ദിവ്യനായ ദൈവത്തെ വിവാഹം കഴിക്കുവാൻ കഴിയുന്നത്? വളരെ ഒരേ ഒരു മാർഗം ഈ മനുഷ്യ ഭാര്യ ദിവ്യത്വം എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ദിവ്യനായിരുന്ന ദൈവം മനുഷ്യനായി തീർന്നു. അവൻ മനുഷ്യനായിരുന്ന് ദിവ്യത്വം ഉള്ളവനായി മാറി. ഇപ്പോൾ ദൈവം ദിവ്യ മനുഷ്യത്വമുള്ളവനാണ്. അവൻ്റെ ഭാര്യയായ മനുഷ്യനും ദിവ്യ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഇരുവർക്കും വിവാഹം ചെയ്യുവാൻ കഴിയും. ഉന്നത ദിവ്യ വെളിപ്പാട് എന്തെന്നാൽ ദൈവം മനുഷ്യനായി തീർന്നു. മനുഷ്യനെ ദൈവമാക്കുവാൻ ദിവ്യത്വത്തിലല്ല, ജീവനിലും സ്വഭാവത്തിലും മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇവിടെ നമ്മൾ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയല്ല, ഇവിടെ നമ്മൾ ദിവ്യ പ്രണയത്തെ കൂട്ടിച്ചേർക്കുന്നു. ഈ സന്ദേശത്തിൽ നാം കാണുവാൻ പോകുന്നത് ഗ്രാമീണ കന്യക എപ്രകാരമാണ് ശൂലേമിയായി തീരുന്നതെന്നാണ്. ശലോമോന്റെ നേരിണയാണ് ശൂലേമി. ദിവ്യ പ്രണയത്തിൻ്റെ ഒരു ചെറു രൂപമാണ് ഉത്തമഗീതം. ഉത്തമഗീതം 1:2 അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ഉത്തമഗീതം 4:10 എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിൻ്റെ പരിമളവും എത്ര രസകരം. 1 യോഹന്നാൻ 3:2b അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഉത്തമഗീതം ദിവ്യ പ്രണയത്തിൻ്റെ ഒരു ചെറു രൂപമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ശലോമോൻ ഒരു ഗ്രാമീണ പുരുഷനായി മാറുകയാണ്. ഒരു ഗ്രാമീണ കന്യകയെ തൻ്റെ മണവാട്ടിയാക്കുവാൻ, തൻ്റെ രാജ്ഞിയാക്കി തീർക്കുവാൻ താൻ ഒരു ഗ്രാമീണ പുരുഷനായി മാറുന്നു. ഇത് ദൈവത്തിൻ്റെ മനുഷ്യനുമായുള്ള പ്രണയത്തിൻ്റെ മുൻകുറിയുടെ പുസ്തകമാണ്. യെശയ്യാവ് 54:5 നിന്റെ സ്രഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു. വെളിപ്പാട് 19:7 നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതിനാൽ ഉത്തമഗീതം ദിവ്യ പ്രണയത്തിൻ്റെ ഒരു ചെറു രൂപമാണെന്ന് നമുക്ക് കാണാം. ഈ ഗ്രാമീണ കന്യകയുടെ രൂപാന്തരത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ ഒരു പെൺകുതിര, പ്രാവ്, പുകത്തൂണ്. ഉത്തമഗീതം 1:7-8 എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ, ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ, നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന്? സ്ത്രീകളിൽ അതിസുന്ദരിയെ, നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്നു ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. ആദ്യത്തെ രൂപം പെൺകുതിരയുടെ രൂപം ആയിട്ട് കാണിക്കുന്നു. ഇത് ഒരു സ്വാഭാവിക ജീവനെ കാണിക്കുന്നു. സ്വാഭാവിക ജീവനായി അലഞ്ഞു തിരിയുന്ന ഒരു ജീവിതത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാത്താനാൽ ബന്ധിക്കപ്പെട്ട് ഉള്ള ഒരു അലഞ്ഞു തിരിയലിനെ ഇവിടെ കാണുന്നു. ഉത്തമഗീതം 1:9 എൻ്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. സങ്കീർത്തനങ്ങൾ 33:17 ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. അടുത്തത് കുറുപ്രാവിൻ്റെ കണ്ണുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഏകാഗ്രതയോടുകൂടിയുള്ള നോട്ടത്തെ കാണിക്കുന്നു. അടുത്തത് രാജാവ് തൻ്റെ പ്രിയയെ പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു എന്ന്. ഉത്തമഗീതം 1:15 എൻ്റെ പ്രിയയെ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു. പിന്നെയും അതിനെ ആവർത്തിച്ചു പറയുന്നു. ഉത്തമഗീതം 5:12 അവൻ്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയും ചേർച്ചയായി പതിച്ചതുമാകുന്നു. ഇവിടെ അവൾക്ക് ആത്മീയമായ ഒരു ഉൾക്കാഴ്ചയും ആത്മീയമായ ഒരു ദർശനവും ഉടലെടുക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ അവൾ അശുദ്ധരായ ഒരു ജനത്തിൻ്റെ മധ്യത്തിൽ ശുദ്ധയായി ജീവിക്കുവാൻ തക്കവണ്ണം ബന്ധപ്പെടുന്നതായി നമുക്ക് കാണാം. ഉത്തമഗീതം 2
2 മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. മത്തായി 6:28 ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. അടുത്തത് പ്രാവിനെ വീണ്ടും നമ്മൾ കാണുന്നു. പ്രാവ് സൗമ്യതയെയും മായമില്ലാത്ത അവസ്ഥയും സൂചിപ്പിക്കുന്നു. ഇവിടെ വളരെ ഓമനത്വമുള്ളതും സൗമ്യതയേറിയതും വിശുദ്ധമായതും ആയ ഒരു വിഷയത്തെ കാണിക്കുന്നു. ഉത്തമഗീതം 2:14 പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. മത്തായിയുടെ സുവിശേഷം 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. മത്തായിയുടെ സുവിശേഷം 10:16 ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. കർത്താവിൻ്റെ അന്വേഷക അവളുടെ സ്വയം തകർന്നതിന് ശേഷം, സ്വയവും സ്വാഭാവിക ജീവനും തകർന്നതിന് ശേഷം ഒരു ആത്മീയ വ്യക്തിയായി തീരുന്നു. ഉത്തമഗീതം 3:6 മൂരും കുന്തിരുക്കം കൊണ്ടും കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നവനിവനാർ. പുറപ്പാട് 14:19 അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു. കുതിര സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ കാന്തയാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം അവൾ ഒരു കുതിരയെപ്പോലെയാണെന്നാണ്. ഇത് അവൾ ജഡത്തിലും സ്വയത്തിലും ലോകത്തിലും ജീവിക്കുന്നവളാണെന്ന് കാണിക്കുന്നു. അടുത്തത് അവളുടെ കണ്ണുകൾ പ്രാവിൻ്റെ കണ്ണുകളോട് ഉപമിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവളുടെ കണ്ണുകൾ സൂചിപ്പിക്കുന്നത് അവൾ ഏകാഗ്രതയുള്ളവളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അവളുടെ കണ്ണുകൾക്ക് ആത്മീയ അന്തർജ്ഞാനവും ആത്മീയമായ ദർശനവും പ്രാപിക്കുന്നതായ ഒരു വിഷയം നാം കാണുന്നു. ഇതിനുശേഷം അവൾ ജീവിക്കുന്നവളായി കാണുന്നു. അവൾ അവിശ്വാസികളുടെ ഇടയിൽ, അശുദ്ധരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാക്ഷ്യത്തോടു കൂടി ആയിത്തീരുന്നു. ഇതിനുശേഷം അവൾ ഒരു പ്രാവായിത്തീരുന്നു. പ്രാവിനെ സൂചിപ്പിക്കുന്നത് അവൾ സൗമ്യതയുള്ളവളും അവൾ മായമില്ലാത്തവളുമാകുന്നു എന്നുള്ളതാണ്. പിന്നീട് അവൾ പുകത്തൂണായി മാറുന്നു. കർത്താവിൻ്റെ അന്വേഷക അവളുടെ സ്വയം തകർന്നതിന് ശേഷം അവൾ ഒരു ആത്മീയ വ്യക്തിയായി മാറുന്നു. ഇതാണ് രൂപാന്തരത്തിലെ ആദ്യപടി. ഗ്രാമീണ കന്യകയുടെ രൂപാന്തരത്തിനായി രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്നാൽ കിടക്ക, പല്ലക്ക്, കിരീടം. ഉത്തമഗീതം 1:10-11 നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കിത്തരാം. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരു യുദ്ധത്തിൻ്റെ മധ്യത്തിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൾ ഒരു കിടക്കയായി തീരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഉത്തമഗീതം 3:7 ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട്. ശലോമോന്റെ കിടക്കയ്ക്ക് ചുറ്റും 60 പോരാളികൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. 1 തിമോത്തിയോസ് 1:18b നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. കർത്താവിൻ്റെ പ്രാണപ്രിയ അവനെ വിവിധ സ്ഥലങ്ങളിലേക്ക് വഹിച്ചുകൊണ്ടു പോകുന്ന ഒരു പല്ലക്കായി തീരുന്നു. രാജ്യയുഗത്തിൽ ഇത് സംഭവിക്കും. ഉത്തമഗീതം 3:9 ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്കുണ്ടാക്കി. യോശുവ 3:6 പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിനു മുൻപായി അക്കരെ കടപ്പിനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിനു മുമ്പായി നടന്നു. അടുത്തത് കിരീടമാണ്. ക്രിസ്തുവിൻ്റെ പ്രിയ, കർത്താവിൻ്റെ പ്രാണപ്രിയ ഒടുവിൽ അവളുടെ രൂപാന്തര പ്രക്രിയയിലൂടെ അവന് ഒരു കിരീടമായി മാറുന്നു. ഉത്തമഗീതം 3:11 സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമേൻ. സദൃശവാക്യങ്ങൾ 12:4 സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം,
ഗ്രാമീണ കന്യകയുടെ രൂപാന്തരത്തിനായി അടുത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന 3 വിഷയങ്ങൾ: ഉദ്യാനവും, പറുദീസ, സൈന്യം, സ്വർഗീയ ശരീരം. 1 കൊരിന്ത്യർ 3:9 ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. മത്തായി 13:43 അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ക്രിസ്തുവിൻ്റെ പ്രാണപ്രിയ ഇപ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു തോട്ടമായി മാറിയിരിക്കുന്നു. ഇത് അവൻ്റെ ആനന്ദത്തിനു വേണ്ടിയുള്ളതാണ്. ഉത്തമഗീതം 4:12 എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഉത്തമഗീതം 5:1 എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂരും സുഗന്ധവർഗവും പെറുക്കി, ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവിൻ. അടുത്തത്, അവൾ ഒരു പറുദീസയായിത്തീരുന്നു. കർത്താവിൻ്റെ പ്രിയ ഇപ്പോൾ രൂപാന്തരത്തിലൂടെ, അവൾ വളർച്ചയിലൂടെ അവൾ ഒരു പറുദീസയായി തീർന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ പറുദീസയായി തീർന്നിരിക്കുന്നു. തിർസ ഇതിനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ചുറ്റും യെരുശലേമിനെ നമുക്ക് കാണാം. ഉത്തമഗീതം 6:4 എൻ്റെ പ്രിയേ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര, കുടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. വെളിപ്പാട് 21:2-3 പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൾ ഇവിടെ ഒരു സൈന്യമായി തീരുന്നതായി നാം കാണുന്നു. ഇവിടെ അവളെ കൊടിയേന്തിയ ഒരു സൈന്യത്തെ പോലെ കാണുന്നു. വെളിപ്പാട് 19:14 സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. സ്വർഗീയ സൈന്യം വെള്ളക്കുതിരപ്പുറത്ത് അവനെ അനുഗമിക്കുന്നതായി നാം കാണുന്നു. ഒടുവിൽ കർത്താവിൻ്റെ പ്രാണപ്രിയ സൂര്യനെപ്പോലെയും ചന്ദ്രനെപ്പോലെയും ആയിത്തീരുന്നു. ഉത്തമഗീതം 6:10 അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെപ്പോലെ സൗന്ദര്യവും സൂര്യനെപ്പോലെ നിർമ്മലതയും കുടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളൊരുവൾ ആർ. വെളിപ്പാട് 12:1 സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവസാനമായി ഈ ഗ്രാമീണ കന്യക ശൂലേമിയായി തീരുന്നതായി നമുക്ക് കാണാം. ഉത്തമഗീതം 7:1 മടങ്ങി വരിക ശൂലേംകാരത്തി, മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, മടങ്ങി വരിക, നിങ്ങൾ മഹനീമിലെ നൃത്തത്തെപ്പോലെ ശൂലേംകാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? ശൂലേമി എന്നാൽ ശലോമോൻ്റെ സ്ത്രീ പദമാണ്. ശലോമോൻ്റെ നേരിണയും അവൻ്റെ തനിപ്പകർപ്പുമാണ്. ഹൗവ ആദാമിൻ്റെ നേരിണയായിരുന്നതുപോലെ. ഉൽപ്പത്തി 2:23 അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അപ്രകാരം കർത്താവിനെ സ്നേഹിച്ചവൾ ഇപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ പ്രിയയായവൾ അവൻ്റെ നേരിണയും അവൻ്റെ കാന്തയും അവൻ്റെ തനിപ്പതിപ്പും അവൻ്റെ ആവിഷ്കാരവുമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൾ അവനെ വിവാഹം കഴിക്കുന്നതിന് യോഗ്യതയുള്ളവളായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വെളിപ്പാട് 22:17 വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. ഇവിടെ പ്രിയനായവൻ ഒരിക്കലും അവളെ ശാസിക്കുകയോ അവളെ ഭത്സിക്കുകയോ അവളെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. ഉത്തമഗീതം 1:15 എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. അവളൊരു കുതിരയെപ്പോലെ ആയിരുന്നപ്പോഴും അവളുടെ പ്രിയൻ പറഞ്ഞു, നീ അതിസുന്ദരി തന്നെ, അതിസുന്ദരി തന്നെയെന്ന്. ഉത്തമഗീതം 4:1 എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് കാണാം. അവൻ്റെ പ്രിയയുടെ മുൻപിൽ അവൻ പ്രാപിച്ചതും അവൻ ചെയ്തതൊക്കെയും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും അതിലൂടെ അവളെ
പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉത്തമഗീതം 2:4 അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അവന് അവളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞു. അവൻ അവളുടെ മുൻപിൽ നിന്നു. അവൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ പ്രവൃത്തിയെയും ഒക്കെയും മറനീക്കി അവൾക്ക് വെളിപ്പെടുത്തി. അവൻ ചെയ്തതൊക്കെയും അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. കുറേശ്ശെയായി പടിപടിയായി അവൻ അവളെ ഉയർത്തി. അങ്ങനെ ഒരു ഗ്രാമീണ കന്യകയായിരുന്ന ആ ചെറുപ്പക്കാരി രാജ്ഞിയായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ശലോമോൻ്റെ ഭാര്യയായ ശൂലേമയായി തീർന്നു. ശലോമോൻ രാജാവായിരുന്നു, ശൂലേമി രാജ്ഞിയുമായിരുന്നു. ശലോമോൻ അവൻ്റെ ഗ്രാമീണ കന്യകയായ ഭാര്യയെ രാജ്ഞിയായി നേടി. അവർ വിവാഹിതരായി. ക്രിസ്തുവും നാമുമായിട്ടുള്ള ഒരു പ്രണയ കാവ്യമാണ് ഇത്. ഹല്ലേലൂയ! ഗ്രാമീണ കന്യക ശൂലേമയായി തീർന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ശലോമോന്റെ നേരിണയായ ശൂലേമയായി അവൾ തീർന്നു. അവൾ ക്രിസ്തുവിന്റെ നേരിണയായി തീർന്നു. ഹല്ലേലൂയ! ആമേൻ. പ്രൈസ് ദി ലോർഡ്.